റൊണാൾഡോ മിസ്റ്റർ UCL എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ റൊണാൾഡോ മിസ്റ്റർ യൂറോ കപ്പും കൂടെയാ. ഈ കോമ്പറ്റീഷന്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഗെയിംസ് കളിച്ചേക്കുന്ന പ്ലെയർ ക്രിസ്ത്യാനോ റൊണാൾഡോ. ആൻഡ് ഈ കോമ്പറ്റീഷന്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഗോൾസ് സ്കോർ ചെയ്തേക്കുന്ന പ്ലെയർ അതും ക്രിസ്ത്യാനോ റൊണാൾഡോ. പക്ഷെ എത്ര നാളും കൂടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എത്ര ഡയറ്റ് ചെയ്താലും എന്തൊക്കെ റൂട്ടീൻ ഫോളോ ചെയ്താലും ഹ്യൂമൻ ബയോളജിനെ ചീറ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല. ഒരാളുടെ ഏജിന്റെ എഫക്റ്റ് അയാളുടെ ബോഡിയിൽ കണ്ടു തുടങ്ങും. ആൻഡ് അതുകൊണ്ടാണ് ഞാൻ ബിലീവ് ചെയ്യണത് ഇതായിരിക്കും പ്രോബബ്ലി റൊണാൾഡോന്റെ ഏറ്റവും അവസാനത്തെ ടൂർണമെന്റ് എന്ന്. യെസ്, 2 വർഷം കൂടെ കഴിഞ്ഞാൽ വേൾഡ് കപ്പ് ഉണ്ട്. പക്ഷെ അതുവരെ ഈ വണ്ടി ഓടുമോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ആൻഡ് ഞാൻ എക്സ്പെക്ട് ചെയ്യണ പോലെ ഇത് റൊണാൾഡോന്റെ ഫൈനൽ ടൂർണമെന്റ് ആണെങ്കിൽ യൂറോ കപ്പ് ജയിച്ചാണ് പുള്ളി റിട്ടയർ ചെയ്യേണ്ടത്. ഒരു കോമ്പറ്റീഷന്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് പ്ലെയർ ആ കോമ്പറ്റീഷൻ ജയിച്ച് റിട്ടയർ ചെയ്യണം. ഇറ്റ് ജസ്റ്റ് ഫീൽസ് റൈറ്റ്. യെസ്, എനിക്കറിയാം റൊണാൾഡോ 2016 ജയിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ഞാനൊരു ഹാർഡ് കോർ റൊണാൾഡോ ഫാൻ ആയതുകൊണ്ട് എനിക്ക് ഈ ട്രോഫി റൊണാൾഡോ ഒന്നും കൂടെ ലിഫ്റ്റ് ചെയ്യണത് കാണണം. ആൻഡ് യൂറോ കപ്പ് കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് റൊണാൾഡോന് ഇത്ര ലെജൻഡറി സ്റ്റാറ്റസ് കിട്ടിയത്? അതൊരു കഥയാണ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ 2004 തുടങ്ങിയ കഥ. കാരണം യൂറോ 2004 ആയിരുന്നു പോർച്ചുഗലിന്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് പ്ലെയറിന്റെ ഫസ്റ്റ് യൂറോസ്. 17 വയസ്സും ഒരു സ്കിന്നി ബോഡി ടൈപ്പും ഉള്ള റൊണാൾഡോന്റെ ഫസ്റ്റ് ക്യാപ്റ്റൻ പോർച്ചുഗലിന്റെ വേറൊരു ലെജൻഡറി പ്ലെയർ ആയിരുന്നു. ആൻഡ് ഈ ടൂർണമെന്റിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ഗ്രീസ് ആയിട്ടാണ് റൊണാൾഡോന്റെ ഏറ്റവും ഫസ്റ്റ് ഗോൾ വരുന്നത്. ഗ്രൂപ്പ് സ്റ്റേജ് ടോപ്പ് ചെയ്ത് ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ നോക്കൌട്ട് ചെയ്ത് സെമി ഫൈനലിൽ എത്തിയ പോർച്ചുഗലിന്റെ ഒപ്പോണൻസ് നെതർലാൻഡ്സ് ആയിരുന്നു. ആൻഡ് ആ സെമി ഫൈനലിലെ ഓപ്പണിംഗ് ഗോൾ സ്കോർ ചെയ്തത് റൊണാൾഡോ ആണ്. റൊണാൾഡോന്റെ സെക്കൻഡ് യൂറോ കപ്പ് ഗോൾ. നെതർലാൻഡ്സിനെ 2-1 ബീറ്റ് ചെയ്ത് പോർച്ചുഗൽ ഫൈനലിലെത്തി. ആൻഡ് അവർ ഫേസ് ചെയ്യണതോ ഗ്രീസിനെ. ഗ്രീസ് വേഴ്സസ് പോർച്ചുഗലിന്റെ ഫിക്സർ കണ്ടപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്ത് പോർച്ചുഗൽ ജയിക്കുന്നതാണ്. പക്ഷെ ഗ്രീസ് എല്ലാവരെയും ഷോക്ക് ചെയ്ത് പോർച്ചുഗലിനെ 1-0 ഫൈനലിൽ ബീറ്റ് ചെയ്യും. ടു ബി ഓണസ്റ്റ്, ഇത് ആരും എക്സ്പെക്ട് ചെയ്തില്ല. ഗ്രീസ് യൂറോ കപ്പ് ജയിക്കാനുള്ള ചാൻസസ് 150:1 ആയിരുന്നു. അതിന്റെ അർത്ഥം നിങ്ങൾ ഗ്രീസ് ജയിക്കുന്ന പറഞ്ഞ് ₹1 ബെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇൻ റിട്ടേൺ ₹150 കിട്ടിയേനെ. അത്രയ്ക്കും അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു ഈ വിൻ. ആൻഡ് അങ്ങനെ റൊണാൾഡോന്റെ ഫസ്റ്റ് യൂറോസ് ഫൈനൽ ഡിസപ്പോയിന്റ്മെന്റിൽ എൻഡ് ചെയ്യും. 2004 യൂറോസിൽ റൊണാൾഡോ 17 വയസ്സ് മാത്രമുള്ള ഒരു ടീനേജ് ടാലന്റ് ആയിരുന്നെങ്കിൽ 2008 എത്തുമ്പോൾ റൊണാൾഡോ യൂറോപ്പിലെ മാത്രമല്ല വേൾഡ് ഫുട്ബോളിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയിരിക്കും. ഈ കോമ്പറ്റീഷൻ തുടങ്ങുന്നതിന് 1 മാസം മുമ്പ് റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ട് തന്റെ ഫസ്റ്റ് ചാമ്പ്യൻസ് ലീഗും ജയിച്ചു. ആൻഡ് ഗ്രൂപ്പ് സ്റ്റേജിലെ രണ്ടാമത്തെ മാച്ച് വേഴ്സസ് ചെക്ക് റിപ്പബ്ലിക്. ആ മാച്ചിലായിരിക്കും 2008 യൂറോസിൽ റൊണാൾഡോന്റെ ഫസ്റ്റ് ഗോള്, അതും അഗൈൻസ്റ്റ് പീറ്റർ ചെക്ക്. 1.5 മാസത്തിന്റെ ടൈം ഫ്രെയിമിൽ 2 പ്രാവശ്യം റൊണാൾഡോയും പീറ്റർ ചെക്കും ഫേസ് ടു ഫേസ് വരും. ആൻഡ് 2 പ്രാവശ്യവും റൊണാൾഡോ ചെക്കിന്റെ അഗൈൻസ്റ്റ് ഗോളും സ്കോർ ചെയ്യും. ക്വാർട്ടർ ഫൈനൽസ് പോർച്ചുഗൽ ഫേസ് ചെയ്യുന്നത് ജർമ്മനിയാണ്. ആൻഡ് കളി തുടങ്ങി 30 മിനിറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ജർമ്മനിക്ക് വേണ്ടി ഷ്വൈൻസ്റ്റീഗറും മിറാസോ ക്ലോസയും സ്കോർ ചെയ്യും. കളിയുടെ 60th മിനിറ്റിൽ മൈക്കൽ ബാലാക് ജർമ്മനിക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്ത് വിന്ന് കൺഫേം ചെയ്യും. ഫൈനൽ സ്കോർ പോർച്ചുഗൽ 2 ജർമ്മനി 3. പക്ഷെ റൊണാൾഡോന്റെ പേഴ്സണലി 2007-2008 സീസൺ ഒരു മെമ്മറബിൾ സീസൺ ആയിരിക്കും. കാരണം ഈ സീസണിലാണ് റൊണാൾഡോ ഒഫീഷ്യലി പോർച്ചുഗലിന്റെ ക്യാപ്റ്റൻ ആവുന്നത്. യൂറോ 2012 ഈ കോമ്പറ്റീഷനിലെ റൊണാൾഡോ ആയിരുന്നു പീക്ക് റൊണാൾഡോ. സ്പെയിനിൽ ബാർസലോണയുടെ ഡോമിനൻസ് എൻഡ് ചെയ്തിട്ട് യൂറോപ്പിലെ ഏറ്റവും ഹയസ്റ്റ് ഗോൾ സ്കോറർ ആയിട്ടായിരിക്കും റൊണാൾഡോ ഈ ടൂർണമെന്റിൽ ലാൻഡ് ചെയ്യുന്നത്. ആൻഡ് ഗ്രൂപ്പ് സ്റ്റേജിൽ പോർച്ചുഗൽ ഗ്രൂപ്പ് ഓഫ് ഡെത്തിലായിരുന്നു. ആ ഗ്രൂപ്പ് തന്നെ ജർമ്മനിയും നെതർലാൻഡ്സും ഡെൻമാർക്കും ഉണ്ടായിരുന്നു. ഓൾദോ പോർച്ചുഗൽ ജർമ്മനി ആയിട്ടുള്ള ഫസ്റ്റ് മാച്ച് 1-0 തോറ്റെങ്കിലും നെതർലാൻഡ്സ് ആയിട്ടുള്ള ഡിസൈഡിംഗ് മാച്ചിൽ റൊണാൾഡോ ടേണപ്പ് ചെയ്യും. ആൻഡ് പോർച്ചുഗൽ നെതർലാൻഡ്സിനെ 2-1 തോപ്പിക്കും. ആൻഡ് 2 ഗോൾസും courtesy ഓഫ് ക്രിസ്ത്യാനോ റൊണാൾഡോ. യൂറോ 2020 ക്വാർട്ടർ ഫൈനൽസിൽ പോർച്ചുഗൽ ഫേസ് ചെയ്യുന്നത് ചെക്ക് റിപ്പബ്ലിക്കിനാണ്. ആൻഡ് എഗെയിൻ റൊണാൾഡോ പീറ്റർ ചെക്കിനെ ബീറ്റ് ചെയ്ത് പോർച്ചുഗലിന് 1-0 വിൻ കൊടുക്കും. പോർച്ചുഗലിന്റെ സെമി ഫൈനൽ ഒപ്പോണൻസ് സ്പെയിൻ. ആ സെമി ഫൈനലിൽ പോർച്ചുഗൽ ശരിക്കും ബീറ്റ് ചെയ്യണ്ടായിരുന്നു ഈ സ്പെയിൻ സൈഡിനെ. മാച്ച് ഫുൾ ടൈമിലും 0-0 ആയി, എക്സ്ട്രാ ടൈമിലും 0-0 ആയി. ആൻഡ് അങ്ങനെ സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ പെനാൽറ്റീസിലേക്ക് പോകും. ആൻഡ് പോർച്ചുഗീസ് കോച്ചിങ് ക്യാമ്പ് ഈ പെനാൽറ്റി ഷൂട്ടൗട്ട്സിൽ റൊണാൾഡോനെ 5th പെനാൽറ്റി ടേക്കറായിട്ട് നെയിം ചെയ്യും. പക്ഷെ റൊണാൾഡോന്റെ പെനാൽറ്റി നമ്പർ ആവുന്നതിന് മുമ്പ് തന്നെ കളി ഓവറാവും. പോർച്ചുഗലിന് വേണ്ടി ആൽവേസും മൊട്ടീനിയോയും മിസ് ചെയ്യും. ആൻഡ് സ്പെയിൻ 2-4 പെനാൽറ്റീസും ജയിക്കും. യൂറോ 2012 യൂറോസിൽ പോർച്ചുഗൽ അത്യാവശ്യം ഒരു ക്വാളിറ്റി സൈഡായിരുന്നു. പക്ഷെ 2016 പോർച്ചുഗലിന്റെ അവസ്ഥ, ഈ ടീമിലെ നല്ല പ്ലെയേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ റൊണാൾഡോ, പെപ്പെ, വേണമെങ്കിൽ നാനി ആ പോയിന്റ് ആകുമ്പോഴേക്കും ടർക്കിഷ് ലീഗിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. പോർച്ചുഗലിന്റെ ഗ്രൂപ്പില് ഹംഗറിയും ഐസ്ലാൻഡും ഓസ്ട്രിയയുമായിരുന്നു. ആൻഡ് എല്ലാവരും പ്രഡിക്ട് ചെയ്തത് പോർച്ചുഗൽ ഈ ഗ്രൂപ്പ് ടോപ്പ് ചെയ്യുമെന്നാണ്. പക്ഷെ ഈ ഗ്രൂപ്പില് പോർച്ചുഗലിന് ഒരു വിന്ന് പോലും ഒപ്പിക്കാൻ പറ്റിയില്ല. ആൻഡ് ഹംഗറി ആയിട്ടുള്ള ലാസ്റ്റ് ഗ്രൂപ്പ് സ്റ്റേജ് മാച്ച് പോർച്ചുഗൽ ഓൾമോസ്റ്റ് തോറ്റു. ഹംഗറി 2-1ഉം 3-2ഉം ലീഡ് എടുത്തെങ്കിലും 2 പ്രാവശ്യവും പോർച്ചുഗലിന് വേണ്ടി റൊണാൾഡോ ഈക്വലൈസ് ചെയ്യും. ആൻഡ് ഈ മാച്ചിൽ റൊണാൾഡോന്റെ ഫസ്റ്റ് ഗോള്
ഇതാണ് CR7 യൂറോ കോമ്പറ്റീഷനിൽ സ്കോർ ചെയ്തേക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഗോൾ. പോർച്ചുഗൽ ഈ ഗ്രൂപ്പിൽ തേർഡ് ആണ് ഫിനിഷ് ചെയ്തത്. പക്ഷെ ഈ യൂറോസ് UEFA എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് തേർഡ് പ്ലേസ് ടീമിന് ക്വാളിഫൈ ചെയ്യാൻ പറ്റി ഭാഗ്യത്തിന്. ആൻഡ് റൗണ്ട് ഓഫ് 16 ക്രൊയേഷ്യനെ 1-0 ബീറ്റ് ചെയ്ത പോർച്ചുഗൽ ക്വാർട്ടർ ഫൈനലിൽ ഫേസ് ചെയ്യുന്നത് പോളണ്ടിനാണ്. ആൻഡ് ഈ മാച്ച് പെനാൽറ്റി ഷൂട്ടൗട്ട്സ് വരെ പോകും. പോർച്ചുഗൽ ആ പെനാൽറ്റി ഷൂട്ടൗട്ട്സ് 3-5 ജയിക്കും. സെമി ഫൈനലിൽ പോർച്ചുഗൽ ഫേസ് ചെയ്യുന്നത് വെയിൽസിനെയാണ്. ആൻഡ് ഈ ഒറ്റ മാച്ച് മാത്രമാണ് ഈ ഫുൾ ടൂർണമെന്റിൽ പോർച്ചുഗൽ 90 മിനിറ്റ്സിൽ ജയിക്കുന്നത്. ബാക്കി എല്ലാ മാച്ചും ഒന്നെങ്കിൽ ഡ്രോ, അല്ലെങ്കിൽ എക്സ്ട്രാ ടൈം, അല്ലെങ്കിൽ പെനാൽറ്റീസ്. എനിവേസ്, ഈ സെമി ഫൈനലിൽ റൊണാൾഡോ പോർച്ചുഗലിന് 1-0 ലീഡ് കൊടുക്കും. ആൻഡ് ഈ ഗോളും കൂടെ കൂട്ടുമ്പോൾ യൂറോ കപ്പിന്റെ ഹിസ്റ്ററിയിൽ റൊണാൾഡോന് 9 ഗോൾസ് ആവും. ആൻഡ് അങ്ങനെ റൊണാൾഡോ മിഷേൽ പ്ലാറ്റിനിയും ടൈ ആവും യൂറോ ഓൾ ടൈം ഗോൾ സ്കോറേഴ്സ് ലിസ്റ്റിൽ. ആ ഇയറിലെ ഫൈനലിൽ പോർച്ചുഗൽ ഫേസ് ചെയ്യണത് ഫ്രാൻസിനെയാണ്. ആൻഡ് കളിയുടെ ഫസ്റ്റ് ഹാഫിൽ ഡിമിട്രി പായേറ്റിന്റെ ടാക്കിൾ കാരണം റൊണാൾഡോ ഇഞ്ചേർഡ് ആവും. റൊണാൾഡോ എന്ന പ്ലെയറിന്റെ മാച്ച് അവിടെ എൻഡ് ചെയ്തെങ്കിലും സെക്കൻഡ് ഹാഫ് ആയപ്പോൾ റൊണാൾഡോ എന്ന മാനേജറായി. എല്ലാവരും എക്സ്പെക്ട് ചെയ്ത ഈ മാച്ച് ഫ്രാൻസ് ജയിക്കുന്നതാണ്. ഈ മാച്ചിൽ അണ്ടർഡോഗ്സ് ആയ പോർച്ചുഗലിന് വേണ്ടി എക്സ്ട്രാ ടൈമിൽ എഡയർ ഗോൾ സ്കോർ ചെയ്യും. ആൻഡ് അങ്ങനെ പോർച്ചുഗീസ് ഫുട്ബോളിന്റെ ഹിസ്റ്ററിയിൽ അവർ ഫസ്റ്റ് ടൈം ഒരു ഇന്റർനാഷണൽ ട്രോഫി ജയിക്കും. യൂറോ 2020 അല്ലെങ്കിൽ കോവിഡ് കാരണം യൂറോ 2021. ഈ ടൂർണമെന്റിൽ റെയിനിങ് ചാമ്പ്യൻസ് ആയ പോർച്ചുഗലിന്റെ ഗ്രൂപ്പ് 2016 പോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് ഡെത്ത് ആയിരുന്നു. ജർമ്മനി, ഫ്രാൻസ്, ഹംഗറി. ഹംഗറിയായിട്ടുള്ള ഫസ്റ്റ് മാച്ചിൽ റൊണാൾഡോ തന്റെ 10ാമത്തെ ഗോൾ സ്കോർ ചെയ്ത് മിഷേൽ പ്ലാറ്റിനിയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യും. ആൻഡ് ഈ മാച്ചിൽ തന്നെ റൊണാൾഡോ തന്റെ 11ാമത്തെ ഗോളും സ്കോർ ചെയ്യും. ജർമ്മനി ആയിട്ടുള്ള സെക്കൻഡ് ഗ്രൂപ്പ് മാച്ചിൽ റൊണാൾഡോ പോർച്ചുഗലിന് വേണ്ടി 1-0 ലീഡ് കൊടുത്തെങ്കിലും ജർമ്മനി കംബാക്ക് ചെയ്ത് 2-4 ജയിക്കും. ആൻഡ് ഫ്രാൻസ് ആയിട്ടുള്ള മാച്ചോ, ഫ്രാൻസിന് വേണ്ടി ബെൻസിമ 2 പെനാൽറ്റി സ്കോർ ചെയ്തപ്പോൾ പോർച്ചുഗലിന് വേണ്ടി റൊണാൾഡോ 2 പെനാൽറ്റി സ്കോർ ചെയ്യും. 2016 പോലെ പോർച്ചുഗൽ ഈ ഗ്രൂപ്പിൽ തേർഡ് ഫിനിഷ് ചെയ്യും. റൗണ്ട് ഓഫ് 16 പോർച്ചുഗൽ ഫേസ് ചെയ്യുന്ന ബെൽജിയത്തിനെയാണ്. ആൻഡ് ആ മാച്ചിൽ പോർച്ചുഗലിന്റെ ലക്ക് റൺഔട്ട് ആവും. ബെൽജിയം ആ മാച്ച് 1-0 ജയിക്കും. ഗോൾ സ്കോർ ചെയ്തോ ഹസാഡ്. ഈ ഹസാഡ് അല്ല, മറ്റേ ലെസ് ഫേമസ് ആയ ഈഡൻ ഹസാഡിന്റെ അനിയനില്ലേ, ആ ഹസാഡ്. ആസ് ഓഫ് നൗ ഫ്രാൻസ് ആയിട്ടുള്ള ആ പെനാൽറ്റിയാണ് റൊണാൾഡോന്റെ ഏറ്റവും ലാസ്റ്റ് ഗോൾ. ആൻഡ് ഈ ഇയർ പോർച്ചുഗൽ യൂറോസ് ജയിക്കുമോ? എനിക്കൊരു ഐഡിയ ഇല്ല. നല്ലൊരു ടീമുണ്ട്, എന്നാലും ടൂർണമെന്റിലെ ബെസ്റ്റ് ടീം പോർച്ചുഗൽ അല്ല. അതെന്തായാലും ജർമ്മനിയും ഫ്രാൻസും ആണ്. ആ 2022 വേൾഡ് കപ്പിന്റെ മെമ്മറീസ് കളയണമെങ്കിൽ റൊണാൾഡോ എന്തായാലും ഈ ടൂർണമെന്റ് ജയിച്ചേ പറ്റൂ. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് റൊണാൾഡോന്റെ യൂറോ കപ്പ് ജേർണി. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പോർച്ചുഗലിന് ഈ ടൂർണമെന്റ് ജയിക്കാനുള്ള വല്ല ചാൻസ് ഉണ്ടോ? അത് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ആൻഡ് ആസ് ഓൾവേസ് സബ്സ്ക്രൈബ്.